അധ്യായം 30. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷനേരത്തേക്കേ ഉള്ളൂ. അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെപ്പോലെ ഉറപ്പിച്ചിരുന്നു. അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. കർത്താവേ, അങ്ങയോട് ഞാൻ നിലവിളിച്ചു. ഞാൻ കർത്താവിനോട് യാചിച്ചു. ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ട് എന്ത് ഫലം? ധൂളി അങ്ങയെ വാഴ്ത്തുമോ? അത് അങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കുമോ? കർത്താവേ, എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. അധ്യായം 31. കർത്താവിൻ്റെ സങ്കേതം. കർത്താവെ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. ലജ്ജിക്കാൻ എനിക്കിടവരുത്തരുതേ. നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ. എൻ്റെ നേരെ ചെവി ചായ്ച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ. അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തിദുർഗവുമായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു. എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു. എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു. ശത്രുകരങ്ങളിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ. ഞാൻ ദുരിതം അനുഭവിക്കുന്നു. ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു. എൻ്റെ ആയുസ് ദുഃഖത്തിലും എൻ്റെ വത്സരങ്ങൾ നെടുവീർപ്പിലും കടന്നു പോകുന്നു. ദുരിതം കൊണ്ട് എൻ്റെ ശക്തി ക്ഷയിക്കുന്നു. എൻ്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു. ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി. അയൽക്കാർക്ക് ഞാൻ ഭീകരസത്വമാണ്. പരിചയക്കാർ എന്നെ കണ്ട് നടുങ്ങുന്നു. തെരുവിൽ എന്നെ കാണുന്നവർ ഓടിയകലുന്നു. മൃതനെ പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു. ഞാൻ ഉടഞ്ഞു ചിതറിയ പാത്രം പോലെയായി തീർന്നു. പലരും മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ചുറ്റും ഭീഷണി തന്നെ. എനിക്കെതിരെ അവർ ഒന്നു ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു. എൻ്റെ ജീവൻ അപഹരിക്കാൻ അവർ ആലോചിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്. ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദൃഷ്ടി ഈ ദാസൻ്റെ മേൽ പതിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ ലജ്ജിതനാകാൻ ഇടയാക്കരുതേ. ദുഷ്ടരെ ലജ്ജിതരാക്കണമേ. അവർ മൂകരായി പാതാളത്തിൽ പതിക്കട്ടെ. അസത്യം പറയുന്ന അധരങ്ങൾ മൂകമാകട്ടെ. അവർ അഹന്തയോടും അവജ്ഞയോടും കൂടെ നീതിമാന്മാർക്കെതിരെ സംസാരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചുവെച്ചു. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ആക്രമിക്കപ്പെട്ട നഗരത്തിലെന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു. അവിടുന്ന് വിസ്മയകരമാം വിധം എന്നോട് കാരുണ്യം കാണിച്ചു. അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി. എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ സ്നേഹിക്കുവിൻ. അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു. അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. അധ്യായം 32. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു.
അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തു വിളിക്കുവിൻ. അധ്യായം 33. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണ മീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിദഗ്ധമായി തന്ത്രിമീട്ടുവിൻ. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു. അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും. അവിടുന്ന് സമുദ്രജലത്തെ ഒരുമിച്ചു കൂട്ടി. ആഴങ്ങളെ അവിടുന്ന് കലവറകളിൽ സംഭരിച്ചു. ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ. ഭൂവാസികൾ അവിടുത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കട്ടെ. അവിടുന്ന് അരുളി ചെയ്തു, ലോകമുണ്ടായി. അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു. അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് ദൈവവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു. സൈന്യബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല. കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല. പടക്കുതിരയെക്കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ്. അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിന് രക്ഷിക്കാൻ കഴിയുകയില്ല. ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയവും. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധനാമത്തിൽ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. അധ്യായം 34. കർത്താവിനെ ഞാൻ എന്നും പാടിപ്പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ്സ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനമന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്.
അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. തിന്മ ദുഷ്ടരെ സംഹരിക്കുന്നു. നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും. കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. അധ്യായം 35. കർത്താവേ, എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ. എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ. കവചവും പരിചയം ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ. എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ. ഞാനാണ് നിൻ്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോട് അരുളി ചെയ്യണമേ. എൻ്റെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതരും അപമാനിതരുമാക്കണമേ. എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ചു പിന്തിരിയട്ടെ. അവരെ കർത്താവിൻ്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ. അവർ കാറ്റിൽപ്പെട്ട പതിരു പോലെയാകട്ടെ. കർത്താവിൻ്റെ ദൂതൻ അവരെ അനുധാവനം ചെയ്യട്ടെ. അവരുടെ വഴി അന്ധകാരപൂർണവും തെന്നി വീഴുന്നതുമാകട്ടെ. അകാരണമായി അവർ എനിക്ക് വല വിരിച്ചു. കാരണം കൂടാതെ അവർ എന്നെ വീഴ്ത്താൻ കുഴി കുഴിച്ചു. അപ്രതീക്ഷിതമായി നാശം അവരുടെ മേൽ പതിക്കട്ടെ. തങ്ങൾ വിരിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങട്ടെ. അവർ അതിൽ വീണു നശിക്കട്ടെ. അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും, അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ച് ഉല്ലസിക്കും. കർത്താവേ, എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും. അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിച്ചു. നീചസാക്ഷികൾ എഴുന്നേൽക്കുന്നു. ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു. നന്മയ്ക്ക് പ്രതിഫലമായി അവർ എനിക്ക് തിന്മ തരുന്നു. ഞാൻ നിസ്സഹായനായിരിക്കുന്നു. എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കൊടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു. ശിരസ്സ് നമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയെ ഓർത്ത് വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തലകുനിച്ച് നടന്നു. എന്നാൽ അവർ എൻ്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു. ഞാൻ അറിയാത്ത മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു. അവർ എന്നെ ക്രൂരമായി പരിഹസിച്ചു, എൻ്റെ നേരെ പല്ലിറുമി. കർത്താവേ, അങ്ങ് എത്ര നാൾ ഇത് നോക്കി നിൽക്കും? അവരുടെ അക്രമങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഈ സിംഹങ്ങളിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ. അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും. ജനസമൂഹത്തിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും. വഞ്ചകരായ എൻ്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടയാക്കരുതേ. അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാൻ ഇടയാക്കരുതേ. അവർ സമാധാനത്തെപ്പറ്റി സംസാരിക്കുന്നില്ല. ശാന്തമായി താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു. അവർ എൻ്റെ നേരെ വായ് പിളർന്നിരിക്കുന്നു. ഹായ്, ഞങ്ങൾ അത് നേരിൽ കണ്ടുവെന്ന് അവർ പറയുന്നു. കർത്താവേ, അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ. അവിടുന്ന് മൗനമായിരിക്കരുതേ. കർത്താവേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എൻ്റെ ദൈവമായ കർത്താവേ, എനിക്ക് നീതി നടത്തിത്തരാൻ ഉണർന്നെഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തിത്തരണമേ. അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുതേ. ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെന്ന് അവർ പറയാതിരിക്കട്ടെ. ഞങ്ങൾ അവനെ വിഴുങ്ങിയെന്ന് അവർ വീമ്പിളക്കാതിരിക്കട്ടെ. എൻ്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജ സംഭവിക്കട്ടെ. എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അഭിമാനവും പൊതിയട്ടെ. എൻ്റെ നീതി സ്ഥാപിച്ചു കെട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയുമാറാകട്ടെ. അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപകൽ ഘോഷിക്കും. 36. ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു. അവൻ്റെ നോട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല. തൻ്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വെറുക്കപ്പെടുകയോ ഇല്ലെന്ന് അവൻ അഹങ്കരിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനയുമാണ്. വിവേകവും നന്മയും അവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. കിടക്കയിൽ അവൻ ദ്രോഹാലോചന നടത്തുന്നു. അവൻ ദുർമാർഗത്തിൽ ചരിക്കുന്നു. തിന്മയെ അവൻ വെറുക്കുന്നില്ല. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു. വിശ്വസ്തത മേഘങ്ങൾ വരെയും. അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യഗാധങ്ങൾ പോലെയുമാണ്. കർത്താവേ, മനുഷ്യനെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. അങ്ങിലാണ് ജീവൻ്റെ ഉറവ. അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം.
അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്നു നൽകണമേ. അഹങ്കാരത്തിൻ്റെ പാദങ്ങൾ എൻ്റെ മേൽ പതിക്കാതിരിക്കട്ടെ. ദുഷ്ടരുടെ കൈകൾ എന്നെ ആട്ടി ഓടിക്കാതിരിക്കട്ടെ. തിന്മ ചെയ്യുന്നവർ അവിടെ തന്നെ വീണു കിടക്കുന്നു. എഴുന്നേൽക്കാനാവാത്ത വിധം അവർ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു.